പരിപാടിയുമാണ് ഇത് നിരന്തരം നടത്തിയിരുന്നത്. ഇപ്പൊ ഇതിന് കുറെ ആളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഈക്കക്കാരും തുടങ്ങി കിണുപ്പത്. അവരിതിലൊന്നും ഇല്ലായിരുന്നു ആദ്യം. അതുമായിട്ട് വളരെ വൃത്തികെട്ടൊരിടപാടാണെന്നും സാമാന്യ മര്യാദ ലംഘിക്കുന്നതാണ് അത് നടക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. എന്നാലും അന്യന് ഭ്രാന്തളിക്കുക കാണാൻ നല്ല രസമുള്ള, എല്ലാവർക്കും അറിയാലത് ഭ്രാന്തന്മാർക്ക് കാണാൻ. എന്നാലും ഭ്രാന്തന്റെ ചെയ്തികൾ കാണാൻ നല്ല രസമുള്ള മനുഷ്യനെ. ഇത് സമൂഹത്തിന്റെ മനഃശാസ്ത്ര. ആ സമൂഹ മനഃശാസ്ത്രം മനസ്സിലാക്കി ഇത്തരം ക്ലിപ്പിങ്ങുള്ള പരിപാടിക്ക് എന്തോ നമുക്കൊരാവേശം. ഇബിലീസ് അതിനായിട്ട് നിൽക്കും ചെയ്യൂ. ഇബിലീസിന് തന്നെ അതാണല്ലോ വേണ്ടത്. അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന ക്ലിപ്പിംഗ് പരിപാടി. അല്ലാഹു തആലാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും പരിപാടികളിൽ ആ തരം തന്ത്രങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അനിവാര്യതയുടെ വേള വന്നാൽ ചിലപ്പോൾ ഉപയോഗിച്ചുകൂടായികയില്ല, അതല്ല പറയുന്നത്. പക്ഷെ ഇതൊരു വൃത്തികെട്ട ഇടപാടാണ് എന്ന നിലക്ക് ഞങ്ങൾ ഇതുവരെ ഇതിലിടപെട്ടിട്ടില്ല. ഇത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതും അല്ല. ഈ ക്ലിപ്പിങ്ങുകളായിട്ട് നടക്കുന്നതിലുള്ളത് എല്ലാവർക്കും അറിയാം, അപ്പുറത്തും ഇപ്പുറത്തും മുറിക്കുകയാണ്. ഒരാൾ വീൺവാക്കുകൾ, മനുഷ്യന്റെ അടുത്തുനിന്ന് വീൺവാക്ക് വരൂലേ, എപ്പോഴും വരും വീൺവാക്കുകൾ. ഈ വീൺവാക്കുകളൊക്കെ എടുത്തിട്ട് വിമർശിക്കാം. ഇതാണല്ലോ നമ്മുടെ നാദാപുരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രസംഗങ്ങളുടെ കാസറ്റ് വഹാബികളും ഏപ്പിക്കാരും ഇപ്പൊ നിരന്തരം ഇറക്കണീന്റെ കള്ളി. അവിടുത്തെ കാര്യമായ ഖണ്ഡനെന്താ? ഒരാളെ വീൺവാക്കെടുത്തിട്ട് മറ്റേ ആൾ വെക്കും, എന്നിട്ട് അത് പറയും, ഇപ്പുറത്ത് വെച്ചിട്ട് നോക്കും. അതാണ് നമ്മളെ സുന്നി പക്ഷത്തിൽ നിന്ന് അവിടെ സംസാരിക്കുന്ന ഏപ്പിക്കാരൻ മുസ്ലിംകാണെങ്കിൽ വീൺവാക്കുകൾ ധാരാളം വരും ചെയ്യും. അതേയാളിൽ നിന്ന് വരൂ, വേണ്ടാത്തത് തന്നെ. ആ വേണ്ടാത്തതുകൊണ്ട് എടുത്തേക്കോ, അത് മാത്രം ഉപയോഗിച്ചിട്ട് മറുപടി അങ്ങനെ പറയും ചെയ്യും. എന്നാൽ ഇയാളിത് നിർത്തോട്ടില്ലേനും എത്ര പറഞ്ഞാലും നിർത്തില്ല. ഇതിന്റെ പേരിൽ കേരളത്തിൽ വഹാബിസം വ്യാപകമാകാൻ ഇത് വഴിവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ചിന്തിക്കുന്നവരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, സംഗതി എല്ലാവർക്കും അറിയാം. കാരണം എല്ലായിടത്തും ഈ ഷാർജ സലഫിന്റെയും ഇയാളെയും പ്രസംഗം. അതിൽ ചെറുപ്പക്കാരൊക്കെ വാങ്ങുന്നത് ഷാർജ സലഫിൻ്റെതാണ്. അത് കേൾക്കാനും രസമാണ്. അതിന് ഇയാൾ പറയാം പാട്ടുകാടണ മൗലവി. അതിനെ പോരെ പാട്ടുകാടണ മൗലവി എന്ന് പറഞ്ഞാൽ നമ്മളത്തെ അതിൽ മോശമായി. പാട്ടുകാടണ പ്രസംഗം നമ്മളതല്ലേ. അത് എന്നിട്ട് അയാളൊന്ന് പാട്ടുകാടണ മൗലവി എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഈ തരം വാക്കുകളും ഇതു തന്നെയാണ് അവിടുത്തെ ഖണ്ഡനത്തിന്റെ വിഷയം. ആശയപരമല്ല, ആദർശങ്ങളല്ല, വെറും വീൺവാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കുക. ഇതിനടിസ്ഥാനത്തിലാണ് ഈ ക്ലിപ്പിംഗ് പരിപാടിയും അതുമായി ബന്ധപ്പെട്ടുള്ള ഖണ്ഡന പ്രസംഗങ്ങളും നമ്മുടെ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുന്നത് എന്ന് നാം പറയുന്നത്. അത് ഈ വിഷയത്തിലും കണക്കാണ്. ദൗർഭാഗ്യവശാൽ ഈ രണ്ട് സുന്നികളും തമ്മിൽ കുഴപ്പമുണ്ടാകുമ്പോഴും ഇപ്പം അത് കാണാണ്ട്. അതിൽ ചിലപ്പോൾ വഹാബികൾ ഉപയോഗിച്ച കാസറ്റൊന്നും കൂടി ഇവർ ക്ലിപ്പിംഗ് വെക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലാന്ന് പറയണ്ടല്ലോ. വൃത്തികെട്ട ഇടപാട്. ഈ വൃത്തികെട്ട ഇടപാട് അവർ രണ്ടു കൂട്ടരും നടത്തുമ്പോൾ നമ്മൾ ഓർത്തത് EKAP തർക്കം, അതങ്ങനെ തന്നെ കാണുമല്ലോ മനുഷ്യൻ. അപ്പൊ ആ EKAP തർക്കങ്ങളിലൂടെ അങ്ങനെ പോവുകയെന്നാണ്. അങ്ങനെ അവർ പറഞ്ഞങ്ങ് നിർത്തും, അവസാനിപ്പിച്ചോളും, അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ എന്നും വെച്ചു. ഞങ്ങൾ ഇത്തരം കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാറില്ല. എല്ലാവർക്കും അറിയുന്നത് പോലെ അരീക്കാട് പള്ളി പ്രശ്നം എന്നത് വലിയൊരു പ്രശ്നമായിരുന്നില്ലേ? അന്ന് ബഹുമാനപ്പെട്ട ശൈഖുന വണ്ടൂരിൽ വഫാത്തായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർകൾ ഹയാത്തിലുണ്ടല്ലോ. മഹാനർ ഹയാത്തിലുണ്ട്. അന്ന് മഹാനർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരിടപാടും വേണ്ടെന്ന നിലയിൽ, ഇടപെടലുകളും വേണ്ടെന്ന നിലയിലാണ് ഞങ്ങളുടെ സംഘടനയെ നിയന്ത്രിച്ചത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട നാദാപുരത്തെ ഓർ ശംസുൽ ഉലമ ഓറും വണ്ടൂരിലെ താജുൽ ഉലമ വണ്ടൂരിലെ ശൈഖുനായും രണ്ടുപേരും ഈ ഇടപാടിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണവും വ്യക്തിപരമായിട്ടുള്ള വിഷയവുമായതുകൊണ്ട് ഇടപെടേണ്ട എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. മതപരമായും ദീനിയായും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇടപെടാറുള്ളൂ. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷേ രണ്ടു കൂട്ടരും പറഞ്ഞു വന്നു നോക്കുമ്പോൾ ദീനീ രംഗത്ത് ഒരുപാട് വേണ്ടാത്ത തത്വങ്ങൾ ഉരുവപ്പെട്ടു. അനാവശ്യമായ തത്വങ്ങൾ, യോജ്യമല്ലാത്ത തത്വങ്ങൾ ഉരുവപ്പെട്ടു. ആ ഉരുവപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്നതും അത്തരം മതങ്ങളാണ് നമ്മൾ ഇവിടെ തുറന്നു കാട്ടുന്നതും.
പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഇവർ പറഞ്ഞു വരുന്ന പോയിന്റ്, ആ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന അബദ്ധം ഇതാണ് ഞാൻ പറയുന്നത്. ഇ.കെ. വിഭാഗം മർക്കസിലുള്ള മുടിയെ സംബന്ധിച്ച് പ്രധാനമായി പറയുന്നത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണ് എന്നതിന് സനദില്ല. വായിച്ചത് സനദല്ല, ഇതിന് സനദില്ല. ഇത് ദീനിന്റെ വിഷയ. ദീൻ സനദില്ലാതെ ദീൻ സ്വീകാര്യമല്ല. ഇത് തന്നെ ഉലമാക്കളടക്കം പറയുന്നത്. ഇനി അതല്ല രസം, കൂട്ടിച്ചേർക്കുന്നു. ഇനി സനദ് കൊണ്ടുവന്നാലും ഏപ്പല്ലേ കൊണ്ടുവരുന്നത് സ്വീകാര്യമല്ല. പിന്നെന്തിനാ ഈ സനദ് ചോദിക്കുന്നത്? ഇനി ഏപ്പല്ലേ കൊണ്ടുവരുന്നത് എന്നാലും സ്വീകാര്യമല്ല. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുശാവറയുടെ തീരുമാനത്തിൽ തന്നെ സനദിലുള്ളിടത്തോളം സനദില്ലാത്തത് കൊണ്ട് സനദ് പറയുന്നത് വരെ ആരും വഞ്ചിതരാകരുത് എന്നാണ്. അപ്പൊ സനദ് പറഞ്ഞാലോ എന്നൊരു പ്രശ്നം അതിൽ തന്നെ ഉണ്ടല്ലോ. അതിനെപ്പറ്റി ഇതിന്റെ മുൻപിലുള്ള പ്രസംഗകന്മാര്, SKSSFന്റെ പ്രസംഗകന്മാര്, SYSന്റെ പ്രസംഗകന്മാർ, അതായത് ഇ.കെ. സമസ്തന്റെ യുവ പ്രസംഗകന്മാർ, അവർ പറഞ്ഞു നടക്കുന്നത് ഇനി എവിടുന്നെങ്കിലും ഇയാളെ തേടി പിടിച്ചിട്ട് ഒരു സനദ് കൊണ്ടുവന്നാലോ എന്ന് ഞങ്ങളുടെ ഉസ്താദുമാരോട്, സമസ്തന്റെ ഉലമാക്കളോട് ചോദിച്ചു. അപ്പൊ അവർ പറയുന്നത് അയാൾക്കത് സനദ് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ സനദ് കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് ഈ തീരുമാനം അവർ എടുക്കുന്നത് അർത്ഥം. ഞാനതിന്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചു. ഒരൗദ്യോഗിക ഭാരവാഹി, ഇപ്പൊ സമസ്തനെ നിയന്ത്രിക്കുന്നത് അയാൾ പ്രസംഗിച്ച എന്താ, ഇപ്പൊ സമസ്ത തീരുമാനിച്ചത് സനദ് കിട്ടോളം അതിലാരും വഞ്ചിതരാകരുത് എന്നാണ്. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഇത് കിട്ടിയാലോ, കിട്ടിയ അപ്പം ചെയ്യും, എന്താ ചെയ്യേണ്ടിയെന്ന് സമസ്തക്കറിയും എന്നാണ്. ഇതിന്റെ മഫ്ഹൂമൊന്നും മൂപ്പര് നോക്കിയിട്ടില്ല. ഇത് കിട്ടിയാൽ എന്താ ഇനി ചെയ്യേണ്ടിയെന്ന് അപ്പം സമസ്ത തീരുമാനിക്കും, അപ്പം അറിയാന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ സനദ് കിട്ടൂലെന്ന് ഉറപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സനദ് കിട്ടിയിട്ട് പിന്നെ തന്ത്രം വേറെ എടുക്കാം എന്ന് വെച്ചിട്ടോ ആണ് മുശാവറ സനദ് ആവശ്യപ്പെടുന്നത്. ഇ.കെ. സമസ്തന്റെ കുട്ടികളും ഇ.കെ. സമസ്തയുടെ പ്രസംഗകന്മാരും സനദ് ചോദിക്കുന്നതും. ഇരിക്കട്ടെ, ഇത് തന്നെ ഇതങ്ങനെ തുടർന്നു കൊണ്ടുപോകാനുള്ള രണ്ട് കക്ഷിയുടെയും ഒരു ലെവലല്ലേ. ഇവർക്ക് ജീവിക്കണമെങ്കിൽ ഇത് വേണം. ഈ വിവാദമല്ലാതെ ഈ സംഘടനകൾക്കൊന്നും നിലനിൽപ്പില്ല. ദീനിനു വേണ്ടി വല്ലെങ്കിലും ചെയ്യാനുള്ള വല്ല ആവശ്യമുണ്ടെങ്കിലല്ലേ. അത് പണ്ടേ ഉള്ള ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് മദ്രസ ഉണ്ട് ഇവിടെ. ആ മദ്രസ നടത്തുന്ന കാര്യമില്ല, അത് നമ്മളെ സമസ്തയുടെ രൂപീകരണ കാലത്തിന് ശേഷം വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായ കാലത്തുള്ള ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അഭ്യുന്നരായ ശൈഖുന അടക്കമുള്ള നേതാക്കൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതങ്ങനെ അങ്ങ് തുടർന്നോളും. അതാണ് നമ്മുടെ ബലവെപ്പ്. മറ്റേ കൂട്ടരെ വെപ്പാണെങ്കിലോ, മറ്റേ കൂട്ടര് പിന്നെ ഒന്നായിട്ട് ആർഭാടല്ലേ, അതുണ്ടാക്കണം ഇതുണ്ടാക്കണം, ആ സ്ഥാപനം വേണം ഈ സ്ഥാപനം വേണം, ഇനി പലതരത്തിലുള്ള സിറ്റികളും വൈജ്ഞാനിക കേന്ദ്രങ്ങളും വേണം, അല്ലെ ഷാറ മുബാറക്ക് പള്ളി വേണം. ഇതൊക്കെയല്ലേ ഇപ്പൊ അവരെ ഉദ്ദേശം. ഈ ജാതി സൗധങ്ങളും സ്ഥാപനങ്ങളും അവരെ ഉദ്ദേശം. ദീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇവർക്ക് ഇടപെട്ട് പരിചയമില്ല, ചിന്തിക്കാൻ നേരമല്ല. അപ്പൊ ഒറ്റ വെപ്പ ഇതൊരു ദീനീ വിഷയമാണ്, ദീനീ വിഷയത്തിന് സനദ് വേണം. ഇന്ന ഹാദൽ ഇൽമ ദീൻ ഫൻദുറു അമ്മൻ തഖുദൂനഹു. ഇത് ഈ ഇൽമ എന്ന് പറയുന്നത് ദീനാണ്. ദീൻ ആരിൽ നിന്ന് പിടിക്കുന്നു എന്ന് നോക്കണം, സനദ് വേണ്ടേ. ഇത് എ.പി. കൂട്ടരും തന്നെയാ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തുടക്കം മുതൽ ഈ സനദ് മർക്കസിൽ വായിച്ചും കൊണ്ട് സനദ് അല്ലത് എന്നാ അവര് പറയുന്നത്. ഞാനതിലൊന്നും ഇടപെടില്ല. സനദായാലും വേണ്ടില്ല, സനദല്ലെങ്കിലും വല്ല സനദാണ്, മുഖ്തസറായ സനദാണ് എന്ന് എ.പി. വിഭാഗവും അത് സനദേ അല്ല, അയാളുടെ നസബാകുന്നു എന്ന് ഇ.കെ. വിഭാഗവും പറയുന്ന ആ സാധനം അത് വായിച്ച ആ ഘട്ടം മുതൽക്ക് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും അന്നത്തെ യോഗം മുതൽ പ്രസംഗിക്കുന്നത് ഇന്നബദ്ദീനു ബിൽ ഇസ്നാദ്, ദീനി ഇസ്നാദ് കൊണ്ടേ നിൽക്കുള്ളൂ, അതുകൊണ്ട് സനദ് വേണം എന്നാ മൂപ്പർ അന്ന് തന്നെ പ്രസംഗിച്ചത്. തുടങ്ങുന്നതും അങ്ങനെ തന്നെയെന്നാ ഞാൻ അറിഞ്ഞത്. ഞാൻ ആ യോഗത്തിൽ പോയിട്ടില്ല, ഞാൻ അറിഞ്ഞത് എങ്ങനെയാ. ഇപ്പോഴും പല ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്.
കുടുങ്ങി ഇങ്ങനെ വന്നപ്പോ ബൈക്ക് തിരിയാനുള്ള എന്തെങ്കിലും ഒരു ചേരുവണ്ട് എന്നല്ലാതെ ദീനാണ് സനത് വേണം, ദീനാണ് സനത് വേണം എന്ന നിലപാടാണ്. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ ഓർക്കാതെ പറ്റില്ല. ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് എന്നതുകൊണ്ട് ഉലമാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഇതിനു നേരെ മൗനം അവലംബിക്കാൻ പറ്റില്ല. ഈ വിഷയം ഒന്ന് ഉണർത്തുക ഈ പരിപാടിയുടെ ഒരു ലക്ഷ്യമാണ്. അബദ്ധങ്ങൾ ഉണർത്തുക. അതിലെ ഒന്നാമത്തെ അബദ്ധം, തിരുനബിയുടെ ശേഷിപ്പും തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പ്രശ്നം ദീൻ അല്ല, ദീനീ കാര്യമല്ലാതെ, സനത് വേണമെന്നാവശ്യപ്പെടുന്ന ഒരു ദീനീ കാര്യമല്ലാതെ. എല്ലാരും കൂടി കണ്ണ് മേപ്പെട്ട് കിടക്കണ്ട. ഇവര് ദീനീ കാര്യമാക്കാൻ വേണ്ടി ചെയ്യുന്ന എന്താ? ഇത് തബറുക്കിന്റെ കാര്യല്ലേ, തബറുക്കിന്റെ കാര്യം ദീനല്ലേ എന്നാ അവസാനത്തേക്ക് എത്തിയിട്ട് ഇപ്പൊ എന്തോ ചർച്ചകൾ എടി നടക്കുന്നുണ്ട്. അവസാനത്തേക്ക് എത്തിയത് തബറുക്കിന്റെ കാര്യല്ലേ, തബറുക്കിന്റെ കാര്യം ദീൻ കാര്യല്ലേ. തബറുക്കിന്റെ കാര്യം അല്ലത്. തബറുക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമല്ല. ഈക്കക്കാരും ഏപ്പിക്കാരും തമ്മിൽ തബറുക്കിന്റെ മസാലയിൽ തർക്കമില്ല. തിരുനബിയുടെ ശേഷിപ്പുകൾ കൊണ്ട് തബറുക്ക് ചെയ്യണമെന്നും അത് തബറുക്ക് ചെയ്യൽ സുന്നത്താണ്, പുണ്യമാണ് എന്നും ഉപകാരപ്രദമാണ്, നേട്ടമുള്ളതാണ് എന്നും ആഖിറത്തിലും ദുന്യാവും ഉപകാരപ്രദമാണ് എന്നതിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമക്കും തർക്കമുണ്ടോ? ഉണ്ടെങ്കിൽ അതല്ലേ കേൾക്കേണ്ടത്. ഇത് മുതബറക്ക് ബിഹിയാണോ എന്ന വിഷയം എവിടുന്നാ വരുന്നത്? ഇത് റസൂലുള്ളാഹി തങ്ങളുടെ മുടിയാണോ അല്ലേ? ഈ പ്രശ്നത്തിലാ തർക്കം. തബറുക്ക് കൈമക്ക് വലിച്ചെടുക്കുക. തബറുക്കിൽ ഇവിടെ തർക്കല്ല. റസൂലുള്ളാഹി തങ്ങളുടെ തിരുശേഷിപ്പുകൾ തബറുക്ക് ചെയ്യപ്പെടേണ്ട ഭാഗമാകുന്നു എന്ന കാര്യത്തിൽ ഏപ്പിക്കാർക്കും ഈക്കക്കാർക്കും തമ്മിൽ തർക്കമില്ല. നമ്മൾ സുന്നികൾക്ക് ആർക്കും തർക്കമില്ല. പിന്നെ എവിടെയാ തർക്കത്തിന്റെ പോയിന്റ്? മർക്കസിൽ സൂക്ഷിക്കപ്പെട്ടതും കൊട്ടിഘോഷിക്കപ്പെടുന്നതുമായ അവരുടേതെന്നും ഇന്ത്യയുടേതെന്നും എന്ന് പറഞ്ഞില്ലേ പണ്ട് EMSന്റെ ഒരു വാക്ക് എന്ന മാതിരി തിരുമുടിയാണെന്ന് അവരും തിരുമുടി അല്ലെന്ന് ഇവരും പറയുന്ന ആ മുടി, അത് തബറുക്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന നബിയുടെ മുടിയാണോ നബിയുടെ മുടിയല്ലേ എന്നുള്ളയിടത്താ തർക്കം. അത് ദീനല്ല. മാ ശറഅഹുല്ലാഹു മിനൽ അഹ്കാം, അല്ലാഹു തആല ശരീഅത്താക്കിയ ഹുക്കുമുകൾ, അല്ലാഹുവിന്റെ ഹുക്കുമുകൾ, വിധിവിലക്കുകളാണ് ദീൻ. അല്ലാഹുവിന്റെ ഹുക്കുമുകളും വിധിവിലക്കുകളുമാണോ അത് സനദ് കൊണ്ടല്ലാതെ സ്ഥിരപ്പെടുകയില്ല. ഇൽമ് അത് ഒരിക്കലും സനദ് കൊണ്ടല്ലാതെ സ്ഥിരപ്പെടുകയില്ല. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീൻ നിലനിൽക്കുന്നത് ഇസ്നാദ് കൊണ്ടാണ്. ഇന്ന ഹാദൽ ഇൽമ ദീൻ, ഇൽമ് ദീനാണ്. കാരണം ദീനിന്റെ പ്രമാണമല്ലേ, ദീനിന്റെ പ്രമാണമായ ഇൽമു. ഫൻദുറൂ അമ്മൻ തഖുദൂനഹു, അതാരിൽ നിന്നാണ് പിടിക്കുന്നത് എന്ന് ചിന്തിക്കണേ എന്ന് പറയപ്പെടുന്നതും ദീനാണ് ഇൽമു എന്നതാണ്. അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ വമാ സിവാ ദാക വസ്വാസു ശയാതീനി. ഹദ്ദസനാ ഫുലാനുൻ ഹദ്ദസനാ ഫുലാനുൻ ഹദ്ദസനാ ഫുലാനുൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായിട്ട് നബി വരെ മുട്ടുന്നതുണ്ടെങ്കിൽ അതാണ് ഇൽമ്. അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലു എന്നാ ഹാഫിദു ദഹബി പറഞ്ഞത്. ഖാലല്ലാഹു ഖാല റസൂലു ആണ് ഇൽമ്. ഖാലല്ലാഹു ഖാല റസൂലുമാണോ ഇത്? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണ് ഈ മർക്കസിലുള്ള മുടി എന്നതോ തിരുമുടി അല്ല എന്നതോ ദീനാണോ? അതൊരു ദീനീ വിഷയമല്ല. ഭൗതികമായ തെളിവുകൾ കൊണ്ടും ചരിത്രം കൊണ്ടും മനസ്സിലാക്കപ്പെടുന്ന വിഷയമാണ്. തിരുനബിയുടെ മുടിയാണെന്ന് തെളിഞ്ഞാൽ ബർക്കത്തെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും തർക്കവുമില്ല. അപ്പോ ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്നാദും സനദും ചോദിക്കുന്നത്. ദീനാണെന്ന മുഖദ്ദിമ തന്നെ ബാത്തില, ദീനാണെന്ന ബാത്തില. അതുകൊണ്ട് ഇതിന് ദീൻ എന്ന് പറയുന്നത് ശരിയല്ല. വിഷയം നല്ലോണം ശ്രദ്ധിക്കണം. തബറുക്കിന്റെ വിഷയമാണ് ദീനാണ് എന്നറിയുന്നത് ഒരു ചെറിയ കോട്ടിമാട്ടലാണ്, അതൊരു ചെറിയ തന്ത്രാണ്. തബറുക്കിന്റെ വിഷയത്തിൽ ഇവർ തമ്മിൽ തർക്കല്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഈ കെക്കാരും ഏപ്പിക്കാരും തമ്മിൽ തർക്കണ്ടോ? ഇത് നബിയുടെ മുടിയാണോ എന്നതാണ് വിഷയം. നബി തങ്ങളുടെ തിരുമുടിയാണെങ്കിൽ അത് ബർക്കത്തെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതിൽ ഈ സമസ്തക്കാർക്ക് കുഴപ്പമില്ല, തർക്കല്ല. AP സമസ്തക്കാരല്ലെങ്കിൽ തന്നെ ബർക്കത്തെടുക്കാൻ പറ്റുന്നല്ലേ കൊണ്ട് ചെയ്യും.
അപ്പൊ രണ്ടു കൂട്ടർക്കും അതിൽ തർക്കമല്ലല്ലോ. അതാണ് ഈ വിഷയത്തിലെ ദീനീ മർമ്മം. ഇത് ദീനല്ല ആണെന്ന് വെച്ചോളൂ. തിരുമുടി അല്ലാഹു തആലാന്റെ തിരുമുടിയാണോ റസൂലിന്റെ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണോ അല്ലേ? തിരുശേഷിപ്പുകൾ നബിയുടേതാണോ അല്ലേ? ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ സനദ് ആവശ്യമുള്ളതാണ് എന്ന് പറയുന്നതും ഇത് ദീനാണ് എന്ന് പറയുന്നതും ഈ കാര്യത്തിൽ വന്ന ഒന്നാം അബദ്ധമാണ്. രണ്ടാമത്തെ അബദ്ധം, തിരുമുടി പോലുള്ള നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ സനദുണ്ടെങ്കിൽ മാത്രമേ ആദരണീയമാവുകയുള്ളൂ, സനദുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് ബർക്കത്തെടുത്തൂടൂ, സനദില്ലെങ്കിൽ അത് തബറുക്കെടുക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നതും തെറ്റാകുന്നു, അബദ്ധമാണ്. അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ തിരുശേഷിപ്പാണോ അല്ലേ എന്നത് സനദ് തെളിഞ്ഞെങ്കിൽ മാത്രമേ ആദരണീയമാകൂ, സനദ് തെളിഞ്ഞെങ്കിലേ ബർക്കത്തെടുക്കാൻ പറ്റൂ എന്ന് പറയുന്നതും ശരിയല്ല. അങ്ങനെ നിബന്ധനയില്ല. ഒരാൾക്ക് തനിക്കിത് ബർക്കത്തെടുക്കണമെങ്കിലും തനിക്കിത് നബിയുടെ തിരുശേഷിപ്പാണെന്ന് മനസ്സിലാക്കണമെങ്കിലും ഞാൻ സനദുണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയാം. അത് അയാളുടെ സ്വന്തം കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ സനദുണ്ടെങ്കിലേ ബർക്കത്തെടുക്കാൻ പറ്റൂന്നോ സനദുണ്ടെങ്കിൽ മാത്രമേ തിരു എന്ന് ചേർക്കാൻ പറ്റൂ എന്നോ പറയുന്നത് അബദ്ധമാകുന്നു. കാരണം നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്നത് സനദുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമാകൂ, അല്ലെങ്കിൽ ബോഡി വേസ്റ്റ് വലിച്ചെറിയണമെന്ന് ഇവര് പറയും പോലെ പറഞ്ഞാൽ പറ്റില്ല എന്ന് മാത്രവുമല്ല, ഇപ്പൊ സനദില്ലാത്തത് കൊണ്ട് അത് മുടിയല്ലെന്ന് തിരിഞ്ഞു എന്നാണ് ഓർത്തുക വാദത്തിൽ. തിരുമുടി അല്ലെന്ന് തിരിഞ്ഞു. അവിടെ എപ്പം വാദം? സമസ്തയിൽ നിന്ന് വിട്ടു മുഅല്ലിമീങ്ങളിലേക്ക് എത്തിയപ്പോ. സമസ്ത കേരള ജംഇയ്യ അങ്ങനെ തന്നെയാണല്ലോ, ഉലമയിൽ നിന്ന് വിഷയം മുഅല്ലിമീങ്ങൾക്ക് എത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ പറഞ്ഞത് സനദ് തരുന്നത് വരെയും ആരും വഞ്ചിതരാകരുത് എന്ന്. അതിന്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ ശേഷം ഇപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ അതിന്റെ യോഗം ചേർന്ന പത്രത്തിലെ ഫോട്ടോ അടക്കമുള്ള റിപ്പോർട്ട് വന്നു പത്രത്തിൽ. ഇതിന്റെ മുമ്പ് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കൗൺസിൽ ചേരുന്നു ഒന്നും പത്രത്തിൽ കൊടുക്കാറില്ല. അതൊരു സ്വകാര്യ ജനറൽ ബോഡിയല്ലേ. അതിന്റെ ഫോട്ടോ അടക്കം വന്നതിൽ ജംഇയ്യത്തുൽ മുഅല്ലിമീനിലെത്തിയപ്പോ, ഉലമയിൽ നിന്ന് മുഅല്ലിമീനിലെത്തിയപ്പോ അതിലുള്ളത് ഈ ഉലമാക്കളൊക്കെ തന്നെയാണ്. അതിരിക്കട്ടെ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ആ മുഅല്ലിമീങ്ങളിലേക്ക് എത്തിയവൻ പറഞ്ഞു ഇത് നബിയുടെ മുടിയല്ലെന്ന് തിരിഞ്ഞതുകൊണ്ട് മാപ്പ് പറയണം, തെറ്റു പറയണമെന്നാ. എങ്ങനെ തിരിഞ്ഞു? സനദില്ലാത്തോണ്ട്. അങ്ങനെ പറയുന്നത് ശരിയല്ല. സനദുണ്ടെങ്കിലേ തിരുശേഷിപ്പുകളാവൂ എന്ന് പറഞ്ഞൂടാ. സനദുണ്ടെങ്കിൽ നന്നു, അത്രേ ഉള്ളൂ. സനദുണ്ടെങ്കിൽ നന്നു, സനദുണ്ടെങ്കിലേ എനിക്ക് വിശ്വാസാകൂ, ഞാൻ ബർക്കത്തെടുക്കുള്ളൂ എന്നും പറയാം. സനദുണ്ടെങ്കിലേ നന്നുള്ളൂ എന്നും പറയാം. അങ്ങനെ കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കാം. ഇതാണ് മഹാനായ ഹാഫിദുൽ ദഹബി തന്റെ സിയറു അഅലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ അബീദത്ത് എന്ന റളിയല്ലാഹു അൻഹു, അബീദ എന്നവർ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളും തമ്മിൽ നടന്ന സംഭാഷണം ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അതിൽ അബീദ എന്നവർ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തെ വിശ്വസിച്ച മഹാനാണ്. പക്ഷെ നബിയെ കാണാൻ കഴിഞ്ഞില്ല, നബിയുമായി സന്ധിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സ്വഹാബിയായില്ല. അപ്പം വലിയ താബിഈയാണ്, വലിയ താബിഈ. മുഹമ്മദ് ബിൻ സീരീൻക്ക് അത്ര തന്നെ സീനിയോറിറ്റി ഇല്ല. അവർ നബിന്റെ കാലശേഷമാണ് വരുന്നത്. അബീദ എന്നവർ ഇസ്ലാം സ്വീകരിക്കുന്നത് നബിയുടെ കാലത്തു തന്നെയാണ്. ഇതുകൊണ്ടാണ് അബീദയുടെ വാക്ക് വലിയൊരു വാക്കായി മുഹമ്മദ് ബിൻ സീരീൻ ഉദ്ധരിച്ചത്. ആ വാക്ക് എന്താ? അദ്ദേഹം പറഞ്ഞ വാക്ക് ലഅൻ തകൂന ഇൻദി ശഅറത്തും മിൻഹു അഹബ്ബു ഇലൈനാ മിനദ് ദുനിയാ വമാ ഫീഹാ. അനസ് എന്നവർ പറഞ്ഞു, മുത്തനബിയുടെ തിരുമുടികൾ അല്പം നമ്മുടെ പക്കമുണ്ട്. അനസ് എന്നവരല്ല, മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ തിരുനബിയുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള തിരുശേഷിപ്പുകളിൽപ്പെട്ട തിരുമുടികൾ അല്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്റെ ബാപ്പ സീരീൻ എന്നവർ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണല്ലോ, മൗലയാണല്ലോ. ആ നിലക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള മുടിയുണ്ട് എന്ന് പറഞ്ഞപ്പോ അബീദ പറയുന്നു ലഅൻ തകൂന ഇൻദി ശഅറത്തും മിൻഹു, ഒരു തിരുമുടി അതിൽ നിന്ന് എനിക്ക് കിട്ടിയാൽ
ദുന്യാവും അതിലപ്പുറമുള്ള എന്തും കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം അത് കിട്ടലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുന്യാവ് ആസകലം കൊടുത്താലും എന്റെ കയ്യിലാണതെങ്കിൽ ഞാൻ ആ തിരുമുടി ഞാൻ ശേഖരിക്കും, പിടിക്കും. മൂപ്പര മോഹം പറഞ്ഞാണ്. കുറച്ച് മുടികളുണ്ട് എന്നാണല്ലോ മുഹമ്മദ് സിരിയും പറയുന്നത്. അതിൽ ഒന്ന് എനിക്ക് തരുമോ എന്നാണ് അപ്പൊ ചോദിക്കണതിന്റെ അർത്ഥം. അതിൽ ഒന്ന് എനിക്ക് കിട്ടിയാൽ എനിക്ക് വലിയ ഇഷ്ടമുണ്ട് ദുന്യാവിനെക്കാളിൽ. ഈ വാക്ക് ധരിച്ചുകൊണ്ട് മഹാനായ ദഹബി എന്നവർ പറയുന്നു, ومثل هذا يقوله هذا الإمام بعد النبي صلى الله عليه وسلم ب50 سنة. നബി തങ്ങൾ വേർപ്പെട്ട ശേഷം 50 കൊല്ലം കഴിഞ്ഞതേയുള്ളൂ. ആ 50 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഇതുപോലുള്ള അബീദയെ പോലുള്ള മഹാനായ ഒരു ദീനിന്റെ പതാകവാഹനായ ഇമാം നബി തങ്ങളുടെ മുടിക്ക് വേണ്ടി, തിരുമുടിക്ക് വേണ്ടി ഇങ്ങനെ മോഹം പ്രകടിപ്പിച്ചതും ദുന്യാവ് മുഴുവനും ചെലവഴിക്കാമെന്ന് പറഞ്ഞതുമെങ്കിൽ നാം ഇന്ന് എന്തു പറയേണ്ടു? നാം ഇന്ന് എങ്ങനെ പറയണം? മഹാനായ ഹാഫിദ് ദഹബി എന്നവർ പറയുകയാണ്, ഇബ്നു തീമിയയുടെ സമശീർഷനാണ്, ഇബ്നു തീമിയയുടെ കൂടെയുള്ളവരാണ്. ഇബ്നു തീമിയെ പോലെ ഹദീസ് നിരൂപിക്കുന്നതിൽ അല്പം നിശിത സ്വഭാവമുള്ള ആളാണ്. എതിരാളികളെ അല്പം കടന്ന് ഖണ്ഡിക്കുന്ന ആളാണ്. ആ ഇമാം ദഹബി അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട തന്റെ മൊഴി പറയുന്നത് നോക്കി, തങ്ങൾ വഫാത്തായി 50 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഇതുപോലത്തെ ഒരു ഇമാം ഇങ്ങനെ പറയുന്നതെങ്കിൽ നമ്മൾ എന്തു പറയേണ്ടു? ലൗ വജദ്നാ ബഅദ ശഹരിഹി ബിഇസ്നാദിൻ സാബിത്, നല്ല സുദൃഢമായ സനദ് കൊണ്ട് നമുക്കൊരൽപ്പം മുടി കിട്ടിയെങ്കിൽ, തിരുമുടി കിട്ടിയെങ്കിൽ, കാനലഹു, അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചെറുപ്പിന്റെ വാറ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നഖത്തിന്റെ ചെറിയ ചീള് തിരുനബിയുടെ തിരുശേഷിപ്പിന്റേതായ തിരുനഖം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തങ്ങൾ വെള്ളം കുടിച്ചിരുന്ന മണ്ണിന്റെ പാത്രത്തിന്റെ, ഓടിന്റെ പാത്രത്തിന്റെ ഒരു ചെറിയ മണ്ണിന്റെ ഓടിന്റെ കഷ്ണം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കെന്ത് ചെയ്യാം? ലക്ഷങ്ങളോ കോടികളോ അതിന് ചെലവഴിക്കുന്നത് ധൂർത്തല്ല എന്നതിന്റെ ശേഷം തുടർന്ന് പറഞ്ഞിട്ട് ഹജ്ജിന്റെ വേളയിൽ ചെല്ലുമ്പോ എവിടെയൊക്കെ മൊത്തണം, എവിടെയൊക്കെ മണക്കണം, എവിടെയൊക്കെ നാട്ടണം, എവിടെയൊക്കെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബർക്കത്തെടുക്കണം എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഹാഫിദ് ദഹബി. അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് നിന്ന കാലത്തൊക്കെയും ബർക്കത്തെടുത്തിരുന്ന ഒരു വലിയ പുതപ്പുണ്ട്. ഖിലാഫത്ത് അബ്ബാസിയയിലും ഖിലാഫത്ത് ഉമവിയയിലും ഇത് ബർക്കത്തെടുത്തിരുന്നു. ഖലീഫമാർ ജനസദസ്സുകളിലോ വിദേശ രാഷ്ട്രപ്രതിനിധികളുമായി സംസാരിക്കുമ്പോഴോ വലിയ പെരുന്നാൾ പോലുള്ളതായ ആഘോഷ ദിനങ്ങളിലോ അവരുടെ വസ്ത്രത്തിന്റെ മീതെ, മേൽവസ്ത്രത്തിന്റെയും മീതെ ബർക്കത്തെടുത്തുകൊണ്ട് പുതക്കുന്ന ഒരു പുതപ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതുണ്ടായിരുന്നു. അൽ ബുർദത്തുൻ നബവിയ്യ, നബവിയ ബുർദ. ആ ബുർദ എങ്ങനെ വന്നു, എവിടെ നിന്ന് കിട്ടി? ഇതിൽ അഭിപ്രായ വ്യത്യാസപാട്, സനദ് വ്യക്തമല്ല. എവിടെ നിന്ന് കിട്ടി എന്നത് ഇമാം സുയൂത്തി തന്റെ താരീഖിൽ പറയുന്നത് 3 വീക്ഷണമാണ്. 3 വീക്ഷണം പറയുമ്പോൾ തന്നെ സനദ് വ്യക്തമല്ലല്ലോ, സനദ് എഴുതി വെച്ചിട്ടില്ലല്ലോ, സനദ് രേഖപ്പെട്ടിട്ടല്ലോ അവരതുകൊണ്ട് ബർക്കത്തെടുത്തത്. ഖുലഫാണിത്. നോക്കണം, ലോകമാസകലമുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തെയും മുസ്ലിമീങ്ങളെയും ഭരിക്കുന്ന ഭരണാധികാരി, ആ അധികാരി ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് പുന്നാര നബിയുടെ ശരീര പുതപ്പിന്റെ ഒരു കഷ്ണം വരെ വന്നിട്ടുണ്ട്. പിന്നെ അത് കിട്ടിയപ്പോൾ അതുപോലും ബർക്കത്തെടുക്കാൻ ഉപയോഗിച്ചത് അതെവിടെ നിന്ന് എങ്ങനെ വന്നു എന്ന് ചരിത്ര വിവരം അറിഞ്ഞുകൊണ്ടല്ല. അതിനെപ്പറ്റി ഇന്നും അഭിപ്രായ വ്യത്യാസമാണ്. ഇമാം സുയൂത്തി പറയുന്നു, സലഫി തന്റെ തുയൂരിയാത്തിൽ ഇതിന്റെ സനദ് അദ്ദേഹം അസ്മഇ വരെ മുട്ടുന്ന തന്റെ സനദ് കൊണ്ട് അബൂ അംർ ഇബ്നുൽ അലാ എന്നവരെ തൊട്ട് നിവേദനം ചെയ്യുന്നു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ ബാനത്തു സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിഹ്റാനം യുഫദ മക്ബൂലു എന്ന തന്റെ ഏറ്റവും പ്രസിദ്ധമായ ബാനത്തു സുആദി എന്ന പ്രവാചക
മദ്ഹിന്റെ പ്രകീർത്തനത്തിന്റെ കാവ്യമില്ലേ, ആ കാവ്യം ചൊല്ലിയ സമയത്ത് റമാ ഇലൈഹി ബിബുർദത്തിൻ കാനത്ത് അലൈഹി, അതിന്റെ ക്ലൈമാക്സിലെത്തിയപ്പോ സാഹിത്യകാരന്മാരുടെ സമ്പ്രദായ പ്രകാരം സാഹിത്യത്തിന്റെ അംഗീകരണമാണ് അതിന്റെ ഏറ്റവും വലിയ അലങ്കാരത്തിന്റെ ആ സന്ധ്യത്തെത്തുമ്പോ എന്തെങ്കിലും സമ്മാനം വലിച്ചെറിയുക. ഇതുപ്രകാരം അല്ലാഹുവിന്റെ ഹബീബ് സമ്മാനം കൊടുക്കാൻ എന്താണ് ഇവിടത്തെ കയ്യിലുള്ളത്? അപ്പൊ തങ്ങളുടെ ശരീരത്തിൽ പുതച്ച ഒരു പുതപ്പേ ഉള്ളൂ. ആ പുതപ്പെടുത്തിട്ട് തങ്ങൾ കഅബുബ്നു സുഹൈറിന്റെ നേരെ എറിഞ്ഞു കൊടുത്തു. ആ എറിഞ്ഞ പുതപ്പ് കഅബുബ്നു സുഹൈറിന്റെ കുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഫലമ്മാ കാന സമനു മുആവിയത കതബ ഇലാ കഅബിൻ, കഅബ് ഇബ്നു സുഹൈറിലേക്ക് മുആവിയ തങ്ങൾ ഖലീഫയായി വന്നപ്പോ അദ്ദേഹം ഒരു എഴുത്തെഴുതി, ബിഅനാ ബുർദത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅശറത്തി ആലാഫി ദിർഹം, 10,000 വെള്ളി തരാം, 10,000 വെള്ളി ആ പുതപ്പ് നമ്മൾക്ക് വിൽക്കണം എന്ന് മഹാനായ മുആവിയ തങ്ങൾ പറഞ്ഞപ്പോ ഫഅബാ അലൈഹി, കഅബ് സുഹൈർ തങ്ങൾക്ക് ഈ പുതപ്പിന്റെ വില അറിയാലോ, അദ്ദേഹം അത് സമ്മതിച്ചു. വിൽക്കൂല, കൈവിട്ട് തരൂല, മാറ്റം ചെയ്യൂല എന്ന്. ശേഷം മൂപ്പർ വഫാത്തായപ്പോ സന്ദർഭമാണെന്ന് മനസ്സിലാക്കി മുആവിയ. കാരണം മക്കള് പലരുണ്ടല്ലോ, ഇത് കണ്ടം മുറിച്ചാരും ഉപയോഗിക്കുമല്ലോ, അപ്പൊ ആരാ ഉപയോഗിക്കേണ്ടിന്ന് തർക്കവും വരും. അപ്പൊ എന്ത് ചെയ്യൂ എന്നുള്ള സന്ദർഭം മനസ്സിലാക്കിയിട്ട് മുആവിയ തങ്ങൾ തന്റെ മക്കളിലേക്ക് 20,000 ദിർഹം, 20,000 ദിർഹം തരാം, നൽകണം എന്ന്. വഅഖദ മിൻഹുൽ ബുർദത്തല്ലതീ ഹിയ ഇൻദൽ ഖുലഫാഇ ആലിൽ അബ്ബാസ്, അബ്ബാസി പരമ്പരയിലെ ഖലീഫമാർ ഇതാണ് ഉപയോഗിച്ചു വരുന്ന ആ പുതപ്പ്. ആ പുതപ്പ് പിടിച്ചത് മുആവിയയാണ്. ഉമവി ഖിലാഫത്ത് അസ്തമിച്ച് അബ്ബാസി ഖിലാഫത്തിലേക്ക് ഇത് പകർന്നു കിട്ടിയതാണ്. ഇമാം നവവി പറയുന്നു, അല്ല ഇമാം സുയൂത്തി പറയുന്നു, വഹാകദ ഖാലഹു ഖലായിഖു ആഖറൂൻ, വേറെയും പർപ്പേട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഉറച്ചോ ഇല്ല. വഅമ്മ ദഹബിയ്യു ഫഖാൽ ഫീ താരീഖിഹി, ചരിത്രപണ്ഡിതനായ ഇമാം ദഹബി തന്റെ താരീഖിൽ പറയുന്നത് അങ്ങനെയല്ല. അമ്മൽ ബുർദത്തുല്ലതി ഇൻദൽ ഖുലഫാഇ ആലിൽ അബ്ബാസ്, അബ്ബാസി ഖലീഫമാർ ഉപയോഗിക്കുന്ന ആ ബുർദ, ഫഖദ് ഖാല യൂനുസ് ഇബ്നു ബുക്കൈർ ഇബ്നു ഇസ്ഹാഖ في قصة غزوة تبوك أن النبي صلى الله عليه وسلم أعطى أهل عيلة بردة مع كتابه الذي كتب لهم أمانا لهم فاشتراها أبو العباس السفاح ب300 دينار. അള്ളാഹുവിന്റെ റസൂല് തബൂക്ക് യുദ്ധത്തിന് പോയപ്പോ തബൂക്കിൽ വെച്ച് പോരാട്ടം നടന്നില്ലല്ലോ. പരിസരത്തുള്ള പല ഗോത്രങ്ങളുമായി അള്ളാഹുവിന്റെ റസൂല് കരാറുണ്ടാക്കി വലിയ വിജയം നേടിയാണ് തബൂക്കിൽ നിന്ന് മടങ്ങിയത്. അക്കൂട്ടത്തിൽ ഐലത്ത് നിവാസികൾ അവരുമായുള്ള സന്ധിയുടെ വിഷയത്തിന് വേണ്ടിയിട്ട് അവർക്ക് നബി തങ്ങൾ നൽകുന്ന അമാനായും നബിയുടെ കൊണ്ട് അവർ വിശ്വസിച്ചിട്ടുണ്ടെന്നും നബി അവരെ അനുവദിച്ചതാണെന്ന് തെളിയിക്കുന്ന രേഖയായിക്കൊണ്ടും അവർക്ക് നബി തങ്ങളുടെ ഒരു തട്ടം നൽകി. ആ നൽകിയ തട്ടം അബ്ബാസി ഖിലാഫത്തിന്റെ ആദിമ പിതാവായ അബുൽ അബ്ബാസ് അസ്സഫാഹി എന്നവർ എങ്ങനെയോ കൈവശപ്പെടുത്തിയതാണ്. 300 ദീനാറിന് വാങ്ങിയതാണ്. 300 സ്വർണത്തിന് വാങ്ങിയതാണ്. ഇതാണ് അബ്ബാസി ഖലീഫമാർ ഉപയോഗിച്ചിരുന്ന ബുർദ. ഇത് ദഹബി പറയുന്ന മറ്റൊരു അഭിപ്രായം. വഅഖ്റജൽ ഇമാമു അഹ്മദു ഫി സുഹ്ദി അൻ ഉർവത ബിൻ സുബൈർ, എന്നാൽ ഉർവത്ത് ബിൻ സുബൈറിൽ നിന്ന് ഇമാം അഹ്മദ് എന്നവർ തന്റെ സുഹ്ദി എന്ന കിതാബിൽ പറയുന്നത് മറ്റൊരു അഭിപ്രായമാണ്. എന്താ അഭിപ്രായം? അന്ന ഥൗബ റസൂലില്ലാഹി അല്ലദീ കാന യഖ്റുജു ഫീഹി ലിൽ വഫ്ദി, നബി തങ്ങൾ വിദേശ പ്രതിനിധികൾക്ക് മുൻപിൽ മറുഗോത്ര പ്രതിനിധികൾക്ക് മുൻപിൽ ഹാജരാകുമ്പം ധരിക്കാറുള്ള പ്രത്യേക വസ്ത്രം റിദാഉൻ ഹളറമിയുൻ, ഹളറമൗത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു വലിയ തട്ടമാണ്. തൂലുഹു 4 അദ്റുഇൻ വഅർളുഹു ദിറാഅൻ വശിബ്ർ, അതിന്റെ നീളം 4 മുഴം, വീതി 2.5 മുഴം. ഫഹുവ ഇൻദൽ ഖുലഫാ, ഖലീഫമാരുടെ അടുക്കൽ നിലനിന്ന് വരുന്നത് ആ പുതപ്പാൻ. യതവാറസൂനഹാ വഖദ് കാനത് ഹാദിഹിൽ ബുർദത്തു ഇൻദൽ ഖുലഫാ, ഈ ബുർദത്ത് ഖലീഫമാരുടെ അടുക്കൽ നിരന്തരം പോരുകയാണ്. യതവാറസൂനഹാ വയത്റഹൂനഹാ അലാ അക്താഫിഹിം ഫിൽ മവാകിബി ജുലൂസൻ വറുകൂബാ, അവരതിനെ പരമ്പരാഗതമായി അനന്തരെടുത്തുകൊണ്ടുപോരുകയാണ്.
വിരുന്നുകാരായി ആരെങ്കിലും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വന്നാൽ അവരുമായി സംസാരിക്കുമ്പോഴുള്ള വലിയ സദസ്സുകളിൽ ചുമലിലിട്ടുകൊണ്ട് നിൽക്കുന്നത് ഈ പുതപ്പാണ്. വാഹനപ്പുറത്ത് പോകുമ്പോഴും ഇതാണ്. വകാനത്ത് അലൽ മുഖ്തദിർ, അബ്ബാസി ഖലീഫമാരിൽപ്പെട്ട മുഖ്തദിർ ബില്ലാ എന്നവരുടെ ശരീരത്തിൽ ഇതുണ്ടായിരുന്നു. ഹീന ഖുതില, അദ്ദേഹം കൊല്ലപ്പെടുമ്പോ വതലവ്വസത് ബിദ്ദമി, അന്നതിൽ അല്പം രക്തവുമായിട്ടുണ്ട്. എന്നിട്ട് എവിടെ പോയി ഈ വസ്ത്രം, ഈ പുതപ്പ്? വഅളുന്നു അന്നഹാ ഫുഖിദത് ഫീ ഫിത്നതി തതാർ ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് താർത്താരികളുടെ വിപ്ലവത്തിൽ നഷ്ടപ്പെട്ടതാകാം, താർത്താരികളുടെ വിപ്ലവത്തിൽ നഷ്ടപ്പെട്ടതാകാം. ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം സുയൂത്തി ഇതിന്റെ ചരിത്രം അവസാനിപ്പിക്കുന്നത്. എന്താപ്പോ സനതുണ്ടോ? ഏതാണെന്ന് ഇതിൽ അഭിപ്രായ വ്യത്യാസം. അപ്പൊ സ്ഥിരപ്പെട്ട സനതുണ്ടെങ്കിൽ മാത്രമേ നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തൊടുക്കാവൂ, അനന്തരമെടുത്തു പോരാവൂ എന്ന സിദ്ധാന്തം പൊളിയാണ്. അങ്ങനെ ഇതിൽ പറയാൻ പറ്റില്ല. ഇനി നോക്കട്ടെ, നമ്മുടെ വിഷയമായ തിരുമുടി സംബന്ധിച്ചു തന്നെ സനദില്ലാത്ത മുടിയെക്കുറിച്ച് തിരുമുടി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ തന്റെ ഫതാവയിൽ വിവരിച്ചിട്ടുണ്ട്. വിഷയകമായി ഈ സന്ദർഭത്തിന് ഒത്തു തന്നെയുള്ള ഒരു ഫത്വ മഹാനവറുകളുടെ ഫതാവൽ കുബറായിലുണ്ട്. നമ്മളെ ഭാഗ്യം ഇതല്ലേ, മഹാഭാഗ്യം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തു വിവാദം ഈ ലോകത്ത് വന്നോ അപ്പോഴൊക്കെയും ആ വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബുകളിൽ അതിന്റെ പരിഹാരം കാണും. ഈ സമുദായം ആ ഇമാമുകളോട് എത്ര കടപ്പെട്ടവരാണ്. അള്ളാഹു അവർക്ക് അർഹമായ ജസ നൽകുമാറാവട്ടെ. ഈ ഉമ്മത്തിനെ തൊട്ട് അർഹമായ ജസ നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇവിഷയകമായി വരുന്ന ഒരു ഫത്വ നാം വായിക്കാം. ചോദ്യം ഒന്ന് കേൾക്കി. വസുഇല റഹ്മഹുല്ലാഹ്, മഹാനരോട് ചോദിക്കപ്പെട്ടു, അൻ ശഖ്സിൻ ഇൻദഹു ശഅറത്തുൻ മിൻ ശഅരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ തിരുമുടികളിൽപ്പെട്ട ഒരു മുടി ഒരു വ്യക്തിയുടെ അടുത്തുണ്ട്. അലാമാഖീൽ, അതിന് സനദില്ല. അലാമാഖീൽ, അതിന് സനദില്ല. ആ വ്യക്തി അതിന് സനദ് സൂക്ഷിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അത് തന്നെ ദുർബലവുമാണ്. അലാമാഖീൽ എന്നുള്ള പറയാ, ദുർബലമായ ഒരു നിലക്ക് ഇങ്ങനെ ഒരു മുടി. വസ്തമറത്ത് ഇൻദഹു, അത് അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ നിലകൊള്ളുകയാണ്. യുസവ്വിറുഹന്നാസ ഫീ ബൈതിഹി, അദ്ദേഹം ആ മുടി ജനങ്ങൾക്ക് സന്ദർശിപ്പിച്ചുകൊണ്ടും കാണിച്ചു കൊടുത്തുകൊണ്ടും തന്റെ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫതൂഫിയ, അങ്ങനെ മഹാനർ വഫാത്തായി. വഖല്ലഫ വലദൈനി സക്കറൈനി, നല്ല രണ്ട് ആൺകുട്ടികളാണ് അയാളുടെ പിൻഗാമികൾ. അഹദുഹുമാ യുസമ്മാ മുഹമ്മദൻ വസാനി യുസമ്മാ ഉമറ, അവരിൽ ഒരാൾക്ക് മുഹമ്മദ് എന്നാണ് പേര്, മറ്റേ ആൾക്ക് ഉമർ എന്നാണ് പേര്. നോക്കിങ്ങൾ, ഫസ്തമറത്ത് ഫീ മഹല്ലിഹ, ഈ മുടി തിരുമുടി ആ സ്ഥലത്തു തന്നെ നിൽക്കുകയാണ്, ബാപ്പ വെച്ചിരുന്ന സ്ഥലത്ത് തന്നെ. ഫൈദാ ജാഅ മൻ യസൂറുഹ, ഇതിനെ സന്ദർശിക്കുന്ന ആളുകൾ വന്നാൽ, വകാന മുഹമ്മദുൻ ഹാദിറൻ, രണ്ട് പുത്രന്മാരിൽ മുഹമ്മദ് അവിടെ സന്നിഹിതനാണോ, ഫതഹ സുന്ദൂക ഇൻദഹ, അവിടുത്തെ പെട്ടി മൂപ്പര് തുറന്നു കൊടുക്കും. വസവ്വറഹും, എന്നിട്ട് മൂപ്പരത് സന്ദർശകർക്ക് കാണിച്ചു കൊടുക്കും. വൈൻകാന വായിബൻ, മുഹമ്മദ് ഇല്ലയോ, ഫതഹ അഖൂഹു അംറുൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ അംർ പെട്ടി തുറക്കും. വസവ്വറഹും, ഇവരെ അദ്ദേഹം അത് സന്ദർശിപ്പിക്കും, കാണിച്ചു കൊടുക്കും. ഫതവല്ല മുഹമ്മദും ബിൽ ഇഖാമത്തി ഫിൽ ഹിജാസ്, അങ്ങനെ ഹിജാസിൽ താമസിക്കുക എന്ന് ഇവരിൽ മുഹമ്മദ് എന്ന മകൻ തീരുമാനിച്ചു. ഖുൽ ഖലീൽ എന്ന സ്ഥലത്ത് ഇന്ദ സയ്യിദന അബ്ദുല്ലാഹിബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നവർ മറപ്പെട്ട സ്ഥലത്തിന്റെ അടുത്ത്. വതസവ്വജ ഹുനാക, അവിടെ തന്നെ അവർ വിവാഹം കഴിച്ചുകൂടുകയും ചെയ്തു. വസ്തമറത്ത് ഫീ മഹല്ലിഹ, മുടി പണ്ടത്തെ തന്നെ ബാപ്പയുടെ വെച്ചിരുന്നിച്ച അവിടെ തന്നെയാണ്, ഇയാള് സ്ഥലം മാറി. കുല്ലുമൻ റാമ സിയാറതഹ, ആര് ഈ മുടി സന്ദർശിക്കാൻ വേണ്ടി വരുന്നോ, ഫഅഖൂഹു ഉമറു യുസബ്ബിറുഹു, സഹോദരൻ ഉമറാണ് അവിടെ പാർക്കുന്നത്. ഇപ്പോ അദ്ദേഹം ഈ ആൾക്കാർക്ക് സന്ദർശിപ്പിക്കും, കാണിച്ചു കൊടുക്കും. വഇൻ തഅذر ഹുദൂറുഹു, അദ്ദേഹത്തിന് സന്നിഹിതനാകാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഔ കാന സായിറു നിസാൻ, അല്ലെങ്കിൽ സന്ദർശകർ പെണ്ണുങ്ങളാണെങ്കിലോ, ഫയഹദാ ബനാതിഹി തഫ്തഹു
വതുസവ്വിറുഹും. ഈ ഉമറിന്റെ ഏതെങ്കിലും ഒരു പെൺകുട്ടി പെട്ടി തുറന്നു കൊടുക്കും, ആ പെട്ടിയിലെ മുടി കാണിച്ചു കൊടുക്കും. ഫതുഫിയ മുഹമ്മദുൻ. അങ്ങനെ ഇരിക്കെ മാറി താമസിച്ച മുഹമ്മദ് മരിച്ചു. വഖല്ലഫ വലദൻ ദക്കറൻ. ഒരാൺകുട്ടിയെ അയാൾ പിൻഗാമിയാക്കി വെച്ചിട്ടുണ്ട്. വസ്തമറത്ത്. ഈ മുടി നിലക്കൊള്ളുന്നത് തഹ്ത യദി അമ്മിഹി ഉമറ. ഈ മരിച്ച മുഹമ്മദിന്റെ സഹോദരൻ തന്റെ പിതൃവ്യൻ ഉമറിന്റെ കയ്യിലാണ്. ഈ കുട്ടിന്റെ പിതൃവ്യൻ ഫീ മഹല്ലിഹ, ബാപ്പ വെച്ചെടുത്ത് തന്നെ. വകുല്ലു മർറാന സിയാറതഹ. ആര് ഇത് സന്ദർശിക്കാൻ വന്നാലും യുസവ്വിറുഹു, ഇപ്പോ ഇയാളാണ് സന്ദർശിപ്പിക്കുക. വഇൻ തഅദറ ഹുദൂറുഹു, അയാൾക്ക് സന്നിഹിതനാകാൻ പറ്റിയില്ലെങ്കിൽ ഫൈഹിദാ ബനാതിഹി തഫ്തഹു വതുസവ്വിറുഹു, അവരുടെ ഒരു പെൺകുട്ടി തുറന്നു കൊടുക്കും, സന്ദർശിപ്പിക്കും. വമാ യഹ്സുലു മിനൽ ഫുതൂഹി, തുറന്നു കൊടുക്കാന്നുള്ള നിലക്ക് സമ്മാനം കിട്ടുമല്ലോ, ആ കിട്ടുന്ന പണം യുഖ്സമു ബൈനൽ അഖവൈൻ, രണ്ട് സഹോദരന്മാർക്കിടയിൽ വീതം വെക്കപ്പെടും. നമ്മുടെ വിഷയത്തില് വലിയ അലംബാധ. ഈ തിരുമുടിക്ക് വല്ല സമ്മാനവും കിട്ടുന്നത് കിട്ടിയാൽ ഏപ്പിക്ക് എന്താവോ, കാന്തപുരം ആരാവോ എന്നപ്പോ വലിയ വിഷയം. കണ്ടില്ലെങ്കിൽ 1000 റുപ്യ ഓരോരുത്തരും വീതം 40 കോടിന്റെ പള്ളി എന്നാ പ്രഖ്യാപനം കഴിഞ്ഞത്. ഇതുമ്മലാണ് കള്ളി. ഈ കള്ളിക്കാണ് ഇവര് തിരുമുടിയൊക്കെ സൂക്ഷിക്കുന്നതും എന്ന് കരുതിയിട്ട് അത് കച്ചവടമല്ലേ ഈ പറയുന്നത്, ഇത് വിരോധിക്കപ്പെട്ടതുമല്ല. മസാലയായിട്ട് തന്നെ പറയണല്ലോ. ഫുതൂഹ് എന്നുള്ള പേരിൽ ഞങ്ങൾക്കറിയാം, ഏത് സന്ദർശകരും തിരുശേഷിപ്പുകൾ കാണിച്ചു കൊടുക്കുമ്പോ അത് സൂക്ഷിച്ച ആൾക്കൊരു സമ്മാനം കൊടുക്കുക സാധാരണമാണ്. ഇതില്ലാത്തവൻ നല്ലോനല്ല, നല്ല സംസ്കാരക്കാരനല്ല. ബഹുമാനപ്പെട്ട എന്റെ നേതാവ് തങ്ങളോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ ഡൽഹി ജുമാ മസ്ജിദിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള തിരുശേഷിപ്പുകൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. അദ്ദേഹം പല സ്വലാത്തും മറ്റൊക്കെ ചൊല്ലിയിട്ട് തിരുശേഷിപ്പ് കാണിക്കും. ഞങ്ങളൊക്കെ കീശി നിർത്തിട്ട് കൊടുക്കും. കാശി ആരും കൊടുക്കും, പ്രവാചക സ്നേഹികളായ ആരും കൊടുക്കും. ഇതന്നുമുണ്ട്. ഈ മുടി കാണാൻ വേണ്ടി കൊടുക്കുന്നത്. അതിനെന്താ കിതാബിൽ പേര് പറഞ്ഞത്? ചോദ്യക്കാരൻ ഫുതൂഹ്, അതായത് തുറന്നെടുക്കുമ്പോൾ കൊടുക്കുന്ന സമ്മാനം. ഫുതൂഹ് ഓരോ തുറക്കലിനും കിട്ടുന്ന സമ്മാനം ഫത്ഹ്. അപ്പൊ സമ്മാന, ഈ സമ്മാനങ്ങൾ വീതം വെക്കാറാണ് ഫീ ഹയാത്തി മുഹമ്മദിന്റെ ജീവിതകാലത്ത്. വബഅദ മൗതിഹി, മാറി താമസിച്ച മുഹമ്മദ് മരിച്ചതിന്റെ ശേഷം യുഖ്സമു ബൈനബിനിഹി, അദ്ദേഹത്തിന് ആകെയുള്ള ഒരു പുത്രൻ എന്ന് പറഞ്ഞല്ലോ, ആ പുത്രനും വഅഖീഹി ഉമറ, സഹോദരൻ ഉമറും കൂടി വീതിച്ചെടുക്കലാണ്. നല്ല ന്യായം. എളാപ്പ തന്റെ സഹോദരന്റെ മകന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഫതുഫിയ ഉമറു അയ്ളൻ, ഉമറും മരിച്ചു. ഇതാപ്പ വിഷയം. ഈ ഉമറും മരിച്ചു. അൻ ബനാത്തിൻ, ഉമറിന് കുറെ പെൺകുട്ടികളെ ഉള്ളൂ, ആൺകുട്ടില്ല. ഫഹൽ യഖ്തസ്സു ബിശ്ശഅറതി വഖിദ്മതിഹാ വലദു മുഹമ്മദിൻ, അപ്പോൾ ഇനി ഈ മുടിയുടെ സേവനവും ഇതിന്റെ സൂക്ഷിപ്പും എന്നതുകൊണ്ട് സവിശേഷപ്പെടുമോ മാറി താമസിച്ച മുഹമ്മദിന്റെ ആ പുത്രൻ? അയാളല്ലേ ആൺകുട്ടിയുള്ളൂ. ഔ യകൂനു ഹുവ വബനാതു അമ്മിഹി ഫിൽ ഇഖ്തിസാസി വൽ ഖിദ്മതി സവാഅൻ, അതല്ല ഇയാളും അമ്മിന്റെ ഈ പെൺകുട്ടികളും പിതൃവ്യന്റെ പെൺകുട്ടികളും തമ്മിൽ സമമാകുമോ ഇത് സൂക്ഷിക്കുന്നതിന്റെ പ്രത്യേകതയിലും ഇതിന്റെ സേവനത്തിലും? വഹല്ലിദാ ത്വലബു ഖിസ്മതഹ, ഈ തിരുമുടി കഷ്ണിച്ചു കൊടുക്കണം എന്നവർ ആവശ്യപ്പെട്ടാൽ ലഹും ദാലിക, ഈ തിരുമുടിയെ അവർക്ക് കഷ്ണിച്ചു കൊടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടാൽ, കമാ ഫഅല ദാലിക ബഅദു ജുദൂദിഹിം, ഇവലപ്പാരിപ്പെട്ട ആരോ അങ്ങനെ ചെയ്തിട്ടാ അവർക്ക് കിട്ടിയത്. വഖസമൂഹ, ഓലങ്ങനെ വീതം വെച്ചില്ല ഈ കഷ്ണം ഇവരുടെ കയ്യിലെത്തിയത്. അങ്ങനെ വീതിച്ചു നൽകാമോ? അതല്ല എല്ലാവർക്കും ഇതിൽ സമമാണോ അവകാശം? അംലാ, അതോ ഇത് ചെയ്യാൻ പാടില്ലേ എന്നാ ചോദ്യം. കണ്ടോ, സനദില്ലാത്ത മുടി ഇങ്ങനെ പരമ്പരാഗതമായി വെച്ചു പോരുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എന്താ സ്ഥിതി എന്നാ ചോദ്യം. ഇതിന് മറുപടിയായി കൊണ്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി ഹുസ്വമായ വാക്കിൽ താൻ മറുപടി നൽകി. ഹാദിഹി ശഅറതു ശരീഫ, ഈ തിരുമുടി, ഹാദിഹി ശഅറതു ശരീഫ, ഈ ചോദ്യത്തിൽ പറഞ്ഞ സനദില്ലെങ്കിലും തിരുമുടി, ഈ തിരുമുടി ലാ തുവറസു വലാ തുംലകു വലാ തഖ്ബലു ഖിസ്മതൻ, അത് അനന്തര സ്വത്തായി പോരുന്ന വസ്തുവല്ല, ഉടമാവകാശത്തിൽ വരുന്നതും അല്ല.
വിഹിതം വെച്ച് ഓരിച്ചെടുക്കാൻ പറ്റിയതും അല്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തിന്റെ അലങ്കാരമായി നിന്ന തിരുമുടിയുടെ ഭാഗമല്ലേ. അതാർക്കും മിൽക്കാക്കാൻ പറ്റുന്നതല്ല, വിൽക്കാൻ പറ്റൂല, അനന്തരാക്കാൻ പറ്റൂല, ഓരിച്ചെടുക്കാനും പറ്റൂല. ഫൽ മദ്കൂറൂന മുസ്തവൂന ഫിൽ ഇഖ്തിസാസി ബിഹാ വൽ ഖിദ്മതി ലഹാ. ഇത് കൈവശം വെക്കാനുള്ള അവകാശത്തിലും ഇതിനു വേണ്ടി സേവനം ചെയ്യുന്നതിലും അതിന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും എടുക്കുന്നതിലും ഈ മുഹമ്മദിന്റെയും ഉമറിന്റെയും ആണും പെണ്ണുമായ മക്കൾ സമമാണ്. ലാ തംയീസ് ലി അഹദിഹിം അലാ അഹദിൻ. അവരിൽ ഒരാൾക്ക് ഒരാളെക്കാൾ ഒരു പ്രത്യേകതയും ഇല്ല, ആണിന് പെണ്ണിനേക്കാൾ സവിശേഷതയും ഇല്ല. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലമു ബിസ്സവാബ്. ശരി അല്ലാഹുക്കല്ലേ അറിയൂ, നമുക്ക് മസാലല്ലേ പറയാൻ പറ്റൂ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തന്റെ ഫത്താവൽ കുബറ 4-ാം ഭാഗം 362-ാം പേജിൽ ഷഹാദാത്തിന്റെ ബാബിന്റെ അവസാനത്തെ ചോദ്യം ഇതാ. അപ്പോ സനദില്ലെങ്കിലും തിരുമുടിയാകാമെന്നും അത് ബർക്കത്തെടുത്തുകൊണ്ട് പോകാമെന്നും മനസ്സിലായില്ലേ? ഇതാണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നില. അതുകൊണ്ട് സനദില്ലെങ്കിൽ തിരുമുടിയല്ല എന്നു പറയാൻ പറ്റില്ല. സനദ് ഉണ്ടെങ്കിൽ തന്നെ സനദില്ലാത്തത് ബർക്കത്തെടുക്കാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പല പ്രശ്നങ്ങളും വരും. ഒരു പ്രശ്നം നോക്കി, തിരുനബിയുടെ ശേഷിപ്പാണല്ലോ തങ്ങന്മാർ. തങ്ങന്മാര് തിരുനബിയുടെ ശേഷിപ്പല്ലേ. തറക്തു ഫീകുമുസ് സഖലൈൻ. മഹത്തായ 2 ഭാരമുള്ളതിനെ ഞാൻ നിങ്ങളിൽ ശേഷിപ്പാക്കി വെച്ചിരിക്കുന്നു. അഹ്ലുബൈത്ത് അല്ലേ ഒന്ന്. അപ്പൊ റസൂലുള്ളാന്റെ അഹ്ലുബൈത്ത് സനദില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പല്ലേ. സനദുണ്ടെങ്കിലേ അവർ ബർക്കത്തെടുക്കപ്പെടാനും സയ്യിദുമാര് എന്ന് വിളിക്കാനും പറ്റുള്ളൂ എന്ന് വന്നാൽ, കയ്യിമുത്താൻ പറ്റുക സനദുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് വന്നാൽ, തങ്ങളെന്ന് വിളിക്കാൻ പറ്റുക സനദുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് വന്നാൽ, സനദുണ്ടെങ്കിൽ മാത്രമേ അവർ ആദരിക്കപ്പെടേണ്ടതുള്ളൂ എന്ന് വന്നാൽ, നമ്മുടെ നാട്ടിൽ എത്ര തങ്ങന്മാരെ കിട്ടും കൈമുത്താൻ പറ്റുന്നത്? ആലോചിക്കണം. കൈമുത്താൻ പറ്റുന്നത് കുറഞ്ഞ കുടുംബത്തിൽ പരിമിതമാകും. തങ്ങന്മാരങ്ങനെ വന്നാൽ നമ്മളെ നാട്ടിൽ എത്ര തങ്ങന്മാര് ഇത് ശ്രദ്ധിക്കാത്തവരുണ്ട്? എന്താ സനത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാത്തവര്? ചെറുപ്പക്കാര് തീർത്തും അതിൽ അശ്രദ്ധരാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര് തങ്ങന്മാരൊന്നിന് കൈമുത്തണ്ടേ? തങ്ങളല്ലേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പരമ്പരയാണെന്ന് അറിയാൻ മാർഗമില്ലാത്തവരുണ്ട്. ചില തങ്ങന്മാര് വയനാട്ടിലൊക്കെ വന്ന് പെണ്ണിട്ടും, ഏതെങ്കിലും നാട്ടിൽ വന്ന് പെണ്ണിട്ടും അവിടെ താമസിക്കും. അത് കഴിഞ്ഞ് ഗർഭമുണ്ടായ കാലത്ത് പോയതായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയായ കാലത്ത്. ഈ ബാപ്പാനവര് കണ്ടിട്ടുണ്ടോ? ഇല്ല. ബാപ്പാനെ കാണാതെ സനത് കിട്ടുമോ? ഇല്ല. ഈ സനദിൽ ഏതിലാ നമ്മൾ കുടുംബത്ത് വന്ന് ചോദിക്കുമ്പോ ഈ കുട്ടിയേക്ക് പറയാൻ കിട്ടുമോ? അവരുടെ മക്കൾ പരമ്പരക്ക് പറയാൻ കിട്ടുമോ? കിട്ടൂല. പക്ഷെ അവർക്കൊന്നറിയാ, ഉമ്മാനെ കെട്ടിയത് തങ്ങളേനു. അപ്പോൾ തങ്ങൾ എന്നറിയും, അങ്ങനെ തങ്ങളുടെ കുടുംബം എന്നറിയും. സനത് പറയാൻ പറ്റാത്ത ഒരുപാട് ആളില്ലേ. അങ്ങനെയുള്ള തങ്ങന്മാരൊന്നും തങ്ങന്മാരല്ലെന്നും, സനതുണ്ടെങ്കിൽ മാത്രമേ ബറക്കത്ത് പറ്റുള്ളൂ എന്നും, സനതുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമാകൂ എന്നും വന്നാൽ വളരെ വലിയ അനർത്ഥം വരും. പോരാ, സനത് വേണമെന്നും അതുണ്ടെങ്കിൽ തന്നെ സ്വഹീഹാകണമെന്നും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്. സനത് ഉണ്ടായാ പോരാ, സനത് സ്വഹീഹാകണം. കാരണം ഇയാളെ എവിടെന്നെങ്കിലും പേരൊപ്പിച്ചു കൊണ്ടുവന്നാലോ, ഇതാ വിഷയം. അങ്ങനെ തന്നെ പറയാം. ഇയാളെ എവിടെന്നെങ്കിലും പേരൊപ്പിച്ചു കൊണ്ടുവന്നാൽ പോരാ. മുആസറത്ത്, ലിഖാഅ്, ഇതെല്ലാം സുബൂത്തായിട്ട്, അദാലത്ത്, അവരുടെ ജീവിത നടപടി, സീറ, ഇതൊക്കെ റെഡിയായിട്ട് സ്ഥിരപ്പെട്ടെങ്കിലേ ആവുള്ളൂ. അതിന്ന് കഴിയോ കുട്ടികളെ? അതിന്ന് കഴിയോ? അതിന്ന് ഏതെങ്കിലും ആൾക്ക് ആ വിധത്തിലുള്ള സനത് ഇന്ന് ഇത്തരം വിഷയങ്ങളെ പറ്റി വന്നാൽ ഏത് സനതും സ്വഹീഹല്ലാതെ പോകില്ലേ? നിങ്ങൾ എന്താണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത്? അങ്ങനെ സനതുണ്ടെങ്കിൽ മാത്രമേ, സനതുണ്ടെങ്കിൽ തന്നെ അത് സ്വഹീഹാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദീനിനെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ദീനിൽ തന്നെ അഹ്കാമുകൾ സുബൂത്താക്കാൻ മാത്രം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് സ്ഥിരപ്പെട്ട സനത് വേണമെന്ന് പറയുന്നത്. അബൂ ഹനീഫ ഇമാമിന് ലഈഫായ സനദും മതി, പഠിക്കണം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് സ്വഹീഹല്ലാത്ത ലഈഫായ സനദ് മതി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് പരമ്പര മുറിഞ്ഞ മുർസലായ ഹദീസുകൾ മതി.
കണ്ടിമുറിഞ്ഞ മുർസലായ ഹദീസുകൾ മതി, ഇതുണ്ടെങ്കിൽ ദീനി ഹുക്മ തന്നെ സ്ഥാപിക്കുമെന്നാണ് ഇമാം മാലിക് എന്നവരുടെയും അബൂ ഹനീഫ എന്നവരുടെയും ഒക്കെ പക്ഷം. ശാഫിഈ മദ്ഹബിൽ തന്നെ അഹ്കാമുകൾ സുബൂത്താക്കാൻ മാത്രമേ പ്രമാണയോഗ്യമായ സനദ് വേണ്ടുള്ളൂ. അതേ സമയത്ത് ഫളായിലുകൾ പറയാനോ മനാഖിബുകൾ പറയാനോ ബർക്കത്തൊടുക്കാനോ ഇത് പുണ്യമുള്ളതാണെന്ന് പറയാനോ ഇത് മൊത്താനോ ഇത് ബഹുമാനിക്കാനോ സ്വഹീഹായ സനദ് വേണം